കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി ഞാൻ യേശു രാജാവിന് അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൈവകൃപയിൽ ആ മഹത്വം തിരിച്ചറിയുവാൻ കർത്താവ് നമുക്ക് നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനാലുള്ള അനുഗ്രഹങ്ങൾ, ആ ദൈവിക കരുതലുകൾ എന്നും നിങ്ങൾക്കൊരാശ്വാസമായി, തുണയായി, സമ്പത്തായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവവചനം എന്നുള്ളത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നിന്നാണ്. വാക്യം ഇങ്ങനെയാണ്: പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനവധി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് നമുക്കറിയാം. പഴയ നിയമത്തിൽ മുതൽ പുതിയ നിയമത്തിൻ്റെ അവസാനം വരെയും അത്ഭുതങ്ങളുടെ പുസ്തകമാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങൾ പഠിച്ചാൽ, ഉൽപ്പത്തിയാകട്ടെ, പുറപ്പാടാകട്ടെ, സങ്കീർത്തനമാകട്ടെ, പ്രവചന പുസ്തകങ്ങളാകട്ടെ, സുവിശേഷങ്ങളാകട്ടെ, ഏത് പുസ്തകങ്ങൾ എടുത്ത് നിങ്ങൾ നോക്കിക്കേ, അതിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കൾക്കു വേണ്ടി യഹോവയായ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ നിരവധിയാണ്. 40 വർഷങ്ങൾ ജനത്തിനു വേണ്ടി യഹോവ കൂടെ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ വിവിധ രാജ്യങ്ങളിൽ പാർക്കുമ്പോൾ, കനാൻ ദേശം മാത്രമല്ല പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, ബാബിലോണിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി പ്രവാസികളാക്കിയപ്പോഴും അത്ഭുതങ്ങൾ അവരവിടെയും കണ്ടിട്ടുണ്ട്. ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിലിട്ടപ്പോൾ സിംഹം കടിച്ചു കീറാതെ, ഒരു പോറൽ പോലും വരുത്താതെ ആ സിംഹം അവരെ സംരക്ഷിച്ചു നിൽക്കുന്നത് പോലെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം. ചന്ദ്രക്ക് മേശക്ക് അഹേന്ദ്രവും എന്ന് പറയുന്ന 3 പുരുഷന്മാരെ എരിയുന്ന തീച്ചുളയ്ക്കകത്തേക്ക് എടുത്തിട്ടു. പക്ഷേ ഭക്തന്മാരുടെ രോമം പോലും കത്തിപ്പോകാൻ അനുവദിക്കാതെ അത്ഭുതങ്ങളുടെ കരം നീട്ടിയ ദൈവത്തിൻ്റെ കരുതൽ. ചെങ്കടലിൻ്റെ മുമ്പിലും ജോർദാന്റെ മുമ്പിലും അത്ഭുതങ്ങൾ ചെയ്ത ദൈവത്തിൻ്റെ കരുതൽ. ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും, ഇയ്യോബിൻ്റെ ചരിത്രത്തിലാണെങ്കിലും, ഏലിയാവിൻ്റെ ചരിത്രത്തിലാണെങ്കിലും, ദാവീദിൻ്റെ ജീവിതത്തിലാണെങ്കിലും, യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും, ഹോശയ മുതൽ മലാക്കി വരെയുള്ള കാലഘട്ടങ്ങളിലാണെങ്കിലും, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും യഹോവയായ ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മഹാത്ഭുതങ്ങളിൽ ഒരത്ഭുതമാണ് നാം ഇന്ന് പകൽ വായിച്ച വാക്യം. ഇവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വിധവയാണ്. ഈ വിധവ ആ നാട്ടിലുള്ള ഒരു പ്രവാചകനായ ഏലീശായുടെ അടുക്കൽ ചെന്ന് തൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഏലീശ മുഖാന്തരം ദൈവം ചെയ്ത ഒരത്ഭുത പ്രവൃത്തിയാണ് നാം ഇവിടെ വായിച്ചത്.
ഇതിൻ്റെ പശ്ചാത്തല ഭാഗം നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ ബൈബിൾ പരിജ്ഞാനമില്ലാത്ത, ബൈബിൾ അറിയാത്ത ധാരാളം പ്രിയപ്പെട്ടവർ ഗ്രേസ് TV കേൾക്കുന്നുണ്ട്. നല്ല നിലയിലുള്ള ദൈവവചന ഗ്രാഹ്യമുള്ളവരല്ല കൂടുതലും എന്നെനിക്കറിയാം ഈ പ്രഭാഷണം കേൾക്കുന്നവർ. കാരണം നിങ്ങളുടെ കോളുകൾ, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ബൈബിളിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത കുറേ പേര് ഈ വചനം കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൂടെ വ്യക്തമായി മനസ്സിലാകത്തക്ക നിലയിൽ വലിയ കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ ആ വചനത്തിൻ്റെ തനതായ നിലയിൽ ആ വചനം എങ്ങനെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നു അതേ സിമ്പിളായ വാക്കുകളാൽ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കാൻ, ആ പറഞ്ഞ ആ ദൂതിൽ നിങ്ങളെ കൊണ്ടുവരാൻ, ആ വചനത്തിൻ്റെ ആശ്വാസം നിങ്ങളിൽ പകരാൻ ഞാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പട്ടണത്തിലെ, ആ രാജ്യത്തെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിന് ശേഷമുള്ള ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ്. ആ പ്രവാചകന് ശേഷമുള്ള ഒരു പ്രവാചക ശിഷ്യനാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ് എലീശ എന്ന് പറയുന്നത്. എലീശയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു മഹാത്ഭുതമാണ് ഈ വാക്യം. വിധവയായിരിക്കുന്ന ഒരു സഹോദരിയുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഒരു സഹോദരി, അല്ലെങ്കിൽ മറ്റൊരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ, ഈ എലീശയുടെ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവളായിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യയായ ഈ മകൾ എലീശയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ഭർത്താവ് ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ദാസനും യഹോഭക്തനുമായ മനുഷ്യൻ. അപ്പോൾ അവൻ ആരായിരുന്നു? എലീശയുടെ ഒരു ദാസനായിരുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഭക്തൻ കൂടെ ആയിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ഭക്തനായ ഏലീശയുടെ ദാസനായിരിക്കുന്ന പ്രവാചക ശിഷ്യന്റെ ഭാര്യയാണ് ആര്? ഈ വന്ന് സങ്കടം ബോധിപ്പിക്കുന്ന സ്ത്രീ എന്നുള്ളത്. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ വരുത്തി വെച്ച കടനിമിത്തം. അപ്പോൾ ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എന്തോ ഉണ്ടായിരുന്നു? കടമുണ്ടായിരുന്നു. ദൈവഭക്തനായിരുന്നു. അപ്പോൾ തന്നെ ഇവരുടെ ഭർത്താവ് ഒരു പ്രവാചകനായിരുന്നു, ദൈവത്തിൻ്റെ ദാസനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്നവനായിരുന്നു, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ മനസ്സ് ജനത്തിങ്കിലേക്ക് പകർന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ കടങ്ങൾ സംഭവിച്ചു. അവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഏതൊരു ദൈവദാസൻ സത്യസന്ധമായി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബാധ്യതകൾ ഉണ്ടാകാം, കടങ്ങൾ വരാം. വളച്ചുകെട്ടില്ലാതെ നേർവഴി നിൽക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബാധ്യതകൾ വരാം. എന്നാൽ സാഹചര്യങ്ങളെ വളച്ചൊടിക്കുന്ന, സുവിശേഷത്തെ ദുർവിനിയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവർ കോടീശ്വരന്മാരായിരിക്കും, സമ്പന്നരായിരിക്കും, അവർക്കൊന്നിനും കുറവ് കാണത്തില്ല. എന്നാൽ നേരെ ചൊവ്വെ പോകുന്ന ഏതൊരു ദൈവദാസന്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം വാസ്തവമായ കാര്യം. ഇവിടെയും ഈ പ്രവാചകന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. അവൻ ജീവിച്ചിരുന്നപ്പോൾ വരുത്തി വെച്ച കടനിമിത്തമെന്നാണ്. ആ കടനിമിത്തം അടച്ചു തീർക്കാൻ കഴിയാതെ, കൊടുത്തു തീർക്കാൻ കഴിയാതെ, ആ കടം അവനെ വല്ലാതെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മരണം സംഭവിക്കുന്നു. അവൻ 2 ആൺമക്കളുണ്ട്. ആ പുസ്തകത്തിൽ താപ്പോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയും, 2 ആൺമക്കളുണ്ട്. ആ മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ടു പോവുകയാണ്. എന്താ കാര്യം? അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കേണ്ട പണം കൊടുക്കാതിരുന്നത് കൊണ്ട്, അപ്പൻ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു തീർക്കാതെ ബാധ്യതയാക്കിയത് കൊണ്ട് കടക്കാർക്ക് അതറിയേണ്ട കാര്യമില്ല. അവർ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഈ അമ്മയ്ക്ക് ഏക ആശ്രയം ഇനി ഈ 2 ആൺപിള്ളേരേ ഉള്ളൂ, ഈ മക്കളേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. ഇനി ഈ കുഞ്ഞുങ്ങളുടെ കാല് വളരുന്നോ, കൈ വളരുന്നോ, അവർക്ക് ബുദ്ധി ഉണ്ടാകുന്നു, അവർക്ക് ജോലി കിട്ടുന്നൊക്കെ നോക്കിയാണ് ഇനി ഈ അമ്മ മുമ്പോട്ട് പോകേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും?
ഈ മനോഭാരം താങ്ങാൻ കഴിയാതെ അമ്മ വ്യസനത്തോടു കൂടെ ഓടി വന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് നിലവിളിച്ച് മുട്ടെ കുത്തി നിന്ന് പറയുകയാണ്, എന്നെ രക്ഷിക്കണം, കാരണം എൻ്റെ മക്കളെ കടക്കാർ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇന്ന് പകൽ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. പല നിലയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചിലർ, ഭാരം വഹിക്കുന്ന ചിലർ. ഇവിടെ അമ്മ കുഞ്ഞുങ്ങളെ ഓർത്താണ് അവൾ ഓടി വന്നത്. കൊടുത്തു തീർക്കേണ്ട കടഭാരം വലുതാണ് എങ്കിലും അതല്ല അവിടെ വിഷയം. ഞാൻ വചനം പഠിച്ചപ്പോൾ മനസ്സിലായേ, അവൾ പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു. മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി, മക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന, ബലാത്കാരമായി എടുത്തുകൊണ്ടു പോകുന്ന ഒരു ശക്തി, അതിൻ്റെ മുമ്പിൽ ഈ അമ്മ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഈ അമ്മയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ പ്രവാചക ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടേ? നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറയുകയാ, എൻ്റെ പക്കൽ ഒരു തുരുത്തി എണ്ണയല്ലാതെ ഒന്നുമില്ല. അർത്ഥം, ഈ എണ്ണയല്ലാതെ എൻ്റെ കയ്യിൽ ഒരു 10 പൈസ എടുക്കാനില്ല. എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ വരുത്തി വെച്ച കടത്തിൻ്റെ പലിശ പോലും കൊടുക്കുവാൻ എൻ്റെ കയ്യിലില്ല. എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ വീടിനകത്ത്, കിച്ചണിനകത്ത്, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഇരിപ്പുണ്ട്, അല്ലാതെ എനിക്ക് ഒരു അറിവുമില്ല എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ഒരു പദമാണ് നാം ഇവിടെ വായിച്ചത്. അവിടെ പറയുകയാണ്, നീ ആ വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ടത്, നിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീടുകളിൽ ചെന്നിട്ട് അവിടുന്ന് ശേഖരിക്കാവുന്ന പാത്രങ്ങൾ മുഴുവനും നീ ശേഖരിച്ചു, നീ നിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ വീടിനകത്ത് കയറിയിട്ട് കതകടച്ച് ആ പാത്രങ്ങളിൽ, നിൻ്റെ വീട്ടിലുള്ള പാത്രങ്ങളും അതിൻ്റെ കൂടെ ചേർത്ത് തൊട്ടടുത്ത വീടുകളിലുള്ള പാത്രങ്ങൾ കൂടെ നീ ശേഖരിച്ച പാത്രങ്ങൾ മുഴുവനും നിരത്തി വെച്ച് ആ ഒരു തുരുത്തി എണ്ണ പകരുവാനായി പ്രവാചകൻ പറയുകയാണ്. ഞാനിവിടെ ചിന്തിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത്, ഈ പ്രവാചകൻ പറഞ്ഞത് നിൻ്റെ വീട്ടിലുള്ള പാത്രങ്ങൾ നിറയട്ടെന്നല്ല, നിൻ്റെ വീടിൻ്റെ മുമ്പിലും പുറകിലും ഉള്ള വശങ്ങളിലുള്ള, എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ അയൽവക്കക്കാരെന്ന് പറയല്ലേ, അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ നിന്നും പാത്രങ്ങൾ വാങ്ങണം. ഇവൾ ഓടിച്ചെന്നൊരു വീട്ടിൽ ചെന്ന് പാത്രം ചോദിച്ചാൽ കൊടുക്കണമെങ്കിൽ ഇവളും ഇവിടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുമായിട്ടൊരു അഭേദ്യ ബന്ധം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പാത്രം കിട്ടത്തില്ല. ഇന്ന് പലരും നമ്മൾ കണ്ടുവരുന്നൊരു സാഹചര്യം, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പ്രവചനമുണ്ട്, ബൈബിൾ പഠനമുണ്ട്, ബൈബിൾ പാരായണമുണ്ട്, എല്ലാം ഉണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്, വ്യാഴാഴ്ച കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ഞായറാഴ്ച ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. വീട്ടിൽ വൈകിട്ട് 7 മണിയാകുമ്പോൾ വേണേൽ തമ്പേർ അടിച്ച് എന്ത് ചെയ്യും? പാട്ടുപാടി കുടുംബ പ്രാർത്ഥന നടത്തും. പക്ഷെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതിനോട്ട് യാതൊരു ബന്ധവും എന്ത് ചെയ്യില്ല, കാണുകയില്ല. ഇന്ന് എന്നോട് പിണങ്ങരുത് നിങ്ങൾ. തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടുകാരാരാണെന്ന് ചോദിച്ചാൽ കൈവളർത്തി കാണിക്കുക. തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിൽ, നിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിലുള്ളവർ കഞ്ഞി വെച്ചോ, അവർ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ടോ, അവരെങ്ങനെയാ ജീവിക്കുന്നേ, അവർ കടഭാരമുണ്ടോ, ഒന്നും പ്രാർത്ഥിക്കുന്ന നിനക്കറിയത്തില്ല. കാരണം എന്തറിയോ, അവരുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ എനിക്ക് ഈ സഹോദരിയെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവൾ ഓടിച്ചെന്ന് പ്രവാചകന്റെ വാക്ക് കേട്ട് അവൾ ആ വീടുകളിൽ ചെന്ന് പാത്രം വാങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവളുടെ ചുറ്റുവട്ടവുമായി, സമൂഹവുമായി, അയൽവക്കവുമായി ഒരു വലിയ ബന്ധം സ്ഥാപിച്ചിരുന്നു. നമുക്ക് പല ഉപാധികൾ കാണും അവരെ മാറ്റി നിർത്താൻ. അവർ ശരിയല്ല, അവരാ അന്യാരാധനക്കാരാ, അവർ ദോഷം ചെയ്യുന്നവരാ, അവരങ്ങനെ ഇങ്ങനെ, അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയാം. പക്ഷെ ഞാനും നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ആ വിഷയത്തിന് പരിഹാരം വരുത്തിയിട്ട് നമ്മുടെ ചാർച്ചയിൽ ആയിരിക്കുന്ന ജനവുമായൊരു ബന്ധം സ്ഥാപിച്ച്, കർത്താവുമായൊരു ബന്ധം സ്ഥാപിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ആ മഹാത്മ്യം നമ്മൾ വെളിപ്പെടുന്നത്, കർത്താവിൻ്റെ രുചി നമ്മൾ മനസ്സിലാക്കുന്നത്, കർത്താവിനെ മറ്റുള്ളവർ കൊടുക്കുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങളോട് ദൂത് പറയട്ടെ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി നടക്കണമെങ്കിൽ
വീടിനകത്ത് മാത്രം ഒരു കോംപ്രമൈസ് ഉണ്ടായാൽ പോരാ, വീടിനും വെളിയിലും പുറത്തുള്ളവരുമായും ഒരഭേദ്യ ബന്ധം നമുക്കുണ്ടായിരിക്കണം. അവരുടെ മുമ്പിൽ നമുക്ക് മാതൃക വരണം. ക്രിസ്തീയ ജീവിതത്തിൽ ഉറപ്പ് പ്രാപിക്കണം. ദൈവിക സാന്നിധ്യം പ്രാപിക്കണം. ആമേൻ. നമ്മുടെ വീടിനകത്തെ ഇട്ടാവട്ടത്തിൽ ചുറ്റിക്കറങ്ങുന്ന ആത്മീയതയല്ല നമുക്ക് ആവശ്യം. മറ്റുള്ളവർ നമ്മെ നോക്കി പറയണം, നമ്മുടെ വീടിനെ നോക്കി പറയണം, നമ്മുടെ മക്കളെ നോക്കി പറയണം, നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി പറയണം, ഇത് ക്രിസ്തുവുള്ളൊരു വീടാണ്, ഒരു ദൈവപൈതലിൻ്റെ വീടാണ്, പ്രാർത്ഥിക്കുന്നവൻ്റെ വീടാണ്. അവൻ്റെ വീട്ടിൽ ചെന്നാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും, അവനോട് പറഞ്ഞാൽ എനിക്കൊരാശ്വാസം കിട്ടും എന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ചുറ്റുവട്ടവുമായി നമുക്കെന്തുണ്ടായിരിക്കണം? ഒരു വലിയ അഭേദ്യ ബന്ധമുണ്ടായിരിക്കണം. ഒരുപക്ഷെ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 90% ആൾക്കാർക്ക് ഇത് പിടിക്കണമെന്നില്ല. പക്ഷെ വചനം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അത് പറഞ്ഞ് ഇത് പറഞ്ഞ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ദാരിദ്ര്യം മാറും, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടും, നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് പുതുവഴി തുറക്കും, ഓസ്ട്രേലിയ പോകും, കാനഡയ്ക്ക് പോകുമെന്ന് പറയുന്ന അല്ലല്ലോ സുവിശേഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വ്യത്യാസം വരുത്തേണ്ട ഭാഗത്ത് വ്യത്യാസം വരുത്തി മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ഒരേപോലെ ജീവിതം നയിക്കുമ്പോഴാണ് ഒരു ദൈവ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, നിന്റെ പക്കൽ എന്തുണ്ട്? പ്രവാചകൻ പറയുക, പ്രവാചക ശിഷ്യനോട് പറയുകയാ, എൻ്റെ പക്കൽ ഒരു തുരുത്തി എണ്ണയല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. അവൾ അങ്ങനെ ചെന്ന് പാത്രം വാങ്ങി. അവിടെ എഴുതിയിരിക്കുന്ന 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഹല്ലേലൂയ. ഒരു നിറവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവ പദ്ധതിക്ക് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ദൈവം പറയുന്ന വാക്കുകൾ അംഗീകരിക്കാനും അത് പാലിക്കപ്പെടാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വീടിനകത്ത് ശൂന്യത മാറുമെന്ന് മാത്രമല്ല, നിറഞ്ഞത് മാറ്റി വെക്കത്തക്ക നിലയിൽ നീ ശേഖരിച്ചു വെച്ച നിന്റെ പ്രാർത്ഥനയിൽ ആമേൻ ആത്മീയ മർമ്മം പറയാം. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിറഞ്ഞതിന് അല്ലെങ്കിൽ ചോദിച്ചതിന് മറുപടി ദൈവം തരുന്നത് മാറ്റി വെക്കാനുള്ള ഒരു വലിയ ഭാഗ്യം കർത്താവ് നിനക്ക് തരും. ഇവൾ ശേഖരിച്ചു വെച്ച പാത്രങ്ങളൊക്കെയും നിറഞ്ഞത് മാറ്റി എന്ത് ചെയ്യുക? നോക്കുക, അമ്മയും മക്കളും കൂടെ ആ വീടിനകത്ത് കയറിയത്. അവിടെ ഞാൻ ചിന്ത പറയാം, ഇവൾ വേദനയോടുകൂടെയാണ് പ്രവാചക ശിഷ്യന്റെ അടുക്കൽ ചെന്നത്. അവൾ പറയുകയാണ്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുവാൻ കടക്കാരൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരിക്കലും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നത്. അപ്പോൾ പ്രവാചക ശിഷ്യൻ പറയുക, നീ മാത്രം പോയി മുറി അടച്ച് എണ്ണ പകരാനല്ല പറഞ്ഞത്, നീ മാത്രം ചെന്ന് പ്രാർത്ഥിക്കുന്നല്ല, നീ മാത്രം പോയി പാത്രത്തിൽ എണ്ണ നിറയ്ക്കുന്നല്ല, നിന്റെ മക്കളെ കൂടെ. ചില മാതാപിതാക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെ കൂടെ ചേർത്ത് വെക്കാൻ നിങ്ങൾ തയ്യാറാകണം. പ്രാർത്ഥിക്കുമ്പോഴേ മക്കളെ കൂടെ ചേർത്ത് വെക്കണം. ചില വീടുകളിൽ പ്രാർത്ഥനയുണ്ട്, അപ്പനും അമ്മയും പ്രാർത്ഥിക്കും, മക്കൾ ഗെയിം കളിക്കുകയായിരിക്കും, വാട്സപ്പിലായിരിക്കും, ഫേസ്ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ റിമോട്ടും പിടിച്ച് മറ്റെന്തെങ്കിലും കണ്ടുകൊണ്ട് TV യിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ പഠനമൊന്നും പറഞ്ഞുകൊണ്ട് പഠനമുറിയിലായിരിക്കും. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മക്കളും ദൈവവുമായി യാതൊരു ബന്ധവും കാണില്ല. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നിങ്ങളുടെ വീടിനകത്ത് പ്രതിസന്ധി മാറണമെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, ആത്മമണ്ഡലത്തിൽ ഞാൻ ആത്മീയ ദൂത് കൈമാറുകയാ. നീയും നിന്റെ ഭർത്താവും നിന്റെ ഭാര്യയും തന്നെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ പോരാ. ദൈവം നിനക്ക് തന്നിട്ടുള്ള 1, 2, 3 കുഞ്ഞുങ്ങളാകട്ടെ, അത് 4 ആകട്ടെ, നിനക്ക് തന്ന എത്ര മക്കളുണ്ടോ ആ മക്കളെ കൂടെ നീ ആ പായിൽ ഇരുത്തി വേദപുസ്തകം വായിപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ റെഡിയാകണം. അങ്ങനെ കുടുംബമായി കതകടച്ച് മുറിക്കുള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ വീട്ടിൽ ഭരണികൾ നിറയും. ഹാലേലൂയ. അവൻ്റെ കൊത്തളങ്ങൾ നിറയും. ഹാലേലൂയ. അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. ഹാലേലൂയ. അവൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം വഴിമാറും. അവൻ്റെ കുടുംബജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. അവൻ്റെ കുഞ്ഞുങ്ങൾ നല്ല അനുഭവങ്ങളിലേക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യതയുണ്ട്. വേദപുസ്തകത്തിൽ പ്രാർത്ഥനാ മുറിയിൽ കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് വെച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഈ അമ്മയുടെ വേദന കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഈ വിധവയുടെ കണ്ണുനീരിന് മറുപടിയാണ്.
ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ഈ അമ്മയുടെ കണ്ണുനീരിന് മറുപടി കിട്ടിയതുപോലെ, ഈ വിധവയുടെ കണ്ണുനീരിന് മറുപടി അവിടെ ലഭിക്കുന്നത് പോലെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി തരാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. അവള് 5-ാം വാക്യത്തിൽ കാണുന്ന അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് വാതിലടച്ചു. ആരുടെ കൂടെ? ഒറ്റയ്ക്കല്ല വാതിലടച്ച്, മക്കളോടുകൂടെ. അത് വലിയൊരു മർമ്മമാണ് കേട്ടോ. മക്കളോടുകൂടെ വാതിലടച്ചു. മക്കളെ മുറ്റത്ത് നിർത്തിയിട്ടല്ല, മക്കളെ അടുത്തുള്ള റൂമിൽ കിടത്തിയിട്ടല്ല, മക്കളെ ട്യൂഷന് വിട്ടിട്ടല്ല, മക്കളെ ഗെയിം കളിക്കാൻ വിട്ടിട്ടല്ല, മക്കളെ കൂടെ ചേർത്ത് വെച്ച് അവൾ വാതിലടച്ചു. എന്തിനാ വാതിലടച്ച്? മറ്റൊരു ബന്ധം ഉണ്ടാകാതിരിക്കാൻ. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഏകാഗ്രത കിട്ടാൻ. നമ്മൾ പറയാറില്ലേ, കണ്ണടച്ച് പ്രാർത്ഥിക്കണം പറയാറില്ലേ? കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയാൻ എന്തിനാ? നമ്മളെ ആരും കാണാതിരിക്കാനാണോ? നമ്മളാരെയും കാണാതിരിക്കാനാണോ? അല്ല. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെയും വാതിലടച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുപോകരുത്. കണ്ടോ, ഒരു വിടുതൽ കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അനുഭവങ്ങൾ നോക്കിക്കെങ്ങനാണ്. ഒരു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, കുടുംബത്തിൻ്റെ അകത്തെ പ്രയാസങ്ങൾ, ബന്ധനങ്ങൾ അഴിയണമെങ്കിൽ, ഒരു കുടുംബജീവിതത്തിനകത്തൊരു വിശാലതയുണ്ടാകണമെങ്കിൽ, കടം മാറണമെങ്കിൽ, രോഗം മാറണമെങ്കിൽ, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ഒരമ്മയുടെ കണ്ണുനീരിന് മറുപടി കിട്ടണമെങ്കിൽ, ഒരപ്പൻ്റെ നിലവിളിക്ക് മറുപടി കിട്ടണമെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? അതാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. മക്കളുമായി ചേർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പരമാർത്ഥ ഹൃദയത്തോട് നിങ്ങൾ പറയാം, മക്കളുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വീടുണ്ട്? എത്ര വീടുണ്ട്? നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. മക്കളുമായി ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര വീടുണ്ട്? ഷോപ്പിങ്ങിന് ചിലപ്പോൾ മക്കളുമായിട്ടായിരിക്കും പോകുന്നത്, വിരുന്നിന് പോകുന്ന, കൊച്ചപ്പൻ്റെ വീട്ടിൽ പോകുന്നത്, ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോകുന്നതും മക്കളുമായിട്ടായിരിക്കാം. ഹല്ലേലൂയ. പിക്നിക്കിന് പോകുന്ന മക്കളുമായിട്ടായിരിക്കാം. ഹല്ലേലൂയ. പക്ഷെ പ്രാർത്ഥനാ മുറിയിൽ മക്കളുമായി കയറി ചെല്ലുന്ന എത്ര അപ്പനും അമ്മയും ഉണ്ട്? ഇന്ന് രാവിലെ അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഇന്ന് നികത്തിക്കോണം. മക്കളുമായി ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കണം. കാരണം മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ ആ കടക്കാർ വെളിയിൽ നിൽക്കുന്നത്. അർത്ഥം, ആത്മീയ അർത്ഥം, നിന്റെ തലമുറയ്ക്കെതിരെയാണ് പിശാച് പോരാടുന്നത്. നിന്റെ തലമുറയെ പിടിച്ചുകൊണ്ട് പോകാനാ, തലമുറയുടെ ഭാവി അടച്ചു കളയാനാ, ബുദ്ധിയെ കെട്ടിക്കളയാനാ, ഹല്ലേലൂയ, ബന്ധിച്ച് കളയാനാ പിശാച് പുറത്തു നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ മക്കളെ വെറുതെ വിടരുത്. നിന്റെ മക്കളെ കൂടെ ചേർത്തു വെച്ച് കതകടച്ച് മുട്ടുമടക്കി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഒരു അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. നിങ്ങളുടെ തലമുറയിൽ ഒരത്ഭുതം സംഭവിക്കും. ഇവിടെ ഇതാ വിധവ അങ്ങനെ ചെയ്തു. വിധവയുടെ കണ്ണുനീരിന് മറുപടി കിട്ടി. വായിച്ച കുറിവാക്കി ഞാൻ വായിച്ചു വിടാം. അവൻ ഇങ്ങനെയാ പറയുന്നത്, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം. അപ്പോൾ അവിടെ എന്തോ ഉണ്ടായി? ഒരു നിറവുണ്ടായി. അമ്മയും മക്കളും കൂടെ ഒരുമിച്ച് മുട്ടുമടക്കിയപ്പോൾ ഒരു നിറവുണ്ടായി. ഇന്ന് രാവിലെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ശൂന്യത വരുന്നെങ്കിൽ, ഈ വിധവയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതുപോലെ നിങ്ങളിൽ, നിങ്ങളുടെ മക്കളിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കതകടച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ വീടിനകത്ത് ശൂന്യത മാറും. ഒരു നിറവ് സംഭവിക്കും. ഒരു നിറവില്ലായ്മ കൊണ്ട്, ശൂന്യത കൊണ്ടാണ് ഇവൾ ഓടി പ്രവാചകന്റെ അടുക്കൽ ചെന്നത്. പ്രവാചകൻ പറഞ്ഞ വാക്ക് അങ്ങനെ ചെയ്തപ്പോൾ 6-ാം വാക്യത്തിൽ വായിക്കുകയാണ്, പാത്രങ്ങൾ നിറഞ്ഞ ശേഷം. ഇന്ന് രാവിലെ ചില പാത്രങ്ങൾ നിറയാൻ പോവുക, ചില ശൂന്യതകൾ മാറാൻ പോവുകയാണ്, ചില ബന്ധനങ്ങൾ നിങ്ങളെ വിട്ട് മാറാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ്. നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും നോക്കുക, നടുവൊടിയുന്ന നിലയിൽ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ ഒരു നീക്കി ബാക്കി വെക്കാൻ കഴിയാതെ ശൂന്യത അനുഭവിക്കുന്ന മേഖലകളിൽ ഒരു നിറവ് നിങ്ങളുടെ പാത്രങ്ങളിൽ നിറയാൻ പോകുകയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധി കരയാൻ നിങ്ങൾ തയ്യാറാകുക. വിധവയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ
ഇന്ന് രാവിലെ നിങ്ങളുടെ വിഷയത്തിന് സ്വർഗം മറുപടി തരാൻ പോവുകയാണ്. ഈ വിധവയുടെ വിഷയം എണ്ണ തീർന്നുപോയി എന്നതാണ്, ഈ പണം തീർന്നുപോയി എന്നതാണ്, കടക്കാരും വെളി നിൽക്കുന്നു എന്നുള്ളതാണ്, മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിധവയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ഇനിയും പാത്രം കൊണ്ടുവരുവാൻ അവൾ പറഞ്ഞപ്പോൾ മകൻ അവളോട് പറയുക പാത്രം ഇല്ലമ്മേ. അപ്പോൾ അടുത്ത വാക്യം, അപ്പോൾ എണ്ണ നിന്നുപോയി. നിന്റെ ജീവിതത്തിലെ ശൂന്യത മാറാതെ എണ്ണ നിൽക്കത്തില്ല. നിന്റെ ജീവിതത്തിലെ ഞെരുക്കം മാറാതെ എണ്ണ നിൽക്കത്തില്ല. ഇന്ന് രാവിലെ നിന്റെ ക്ഷാമകാലം മുഴുവനും നിന്നെ പോറ്റേണ്ടത്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ സംഭവം നടന്നിട്ട് ഇവൾ ഓടി പ്രവാചകൻ അടുക്കച്ചെന്ന് പറഞ്ഞു, ഞങ്ങൾ നീ പറഞ്ഞതുപോലെ ചെയ്തു. പാത്രം വാങ്ങി, ഉള്ള എണ്ണ ഞങ്ങൾ ഓരോ പാത്രത്തിൽ ഒഴിച്ചു. അതിങ്ങനെ വർദ്ധിച്ച് പൊലിച്ചു വന്നു. പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചു. പാത്രം ഇല്ലെന്ന് കണ്ടപ്പോൾ എണ്ണ തീർന്നു പോയി. യജമാനനെ, ഞങ്ങൾ ഈ എണ്ണ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ പദം, നീ അത് കടം വീട്ടുക. നീ അത് വിറ്റെന്ത് ചെയ്യുക? കടം വീട്ടുക. എന്നിട്ട് ബാക്കി വരികയാണ്. അത് നിന്റെ ക്ഷാമകാലത്ത് നീ ഉപയോഗിച്ചു കൊള്ളുക. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞിന്ന് ഈ ദൂത് അവസാനിപ്പിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് ചെറുതല്ല, അത് വലുതാണ്. അത് അല്പനേരത്തേക്കല്ല, അത് അധികം നേരത്തേക്കാ. അല്പ ദിവസത്തേക്കല്ല, അധികം നാളത്തേക്കാ. നിന്റെ ജീവിതകാലം മുഴുവനും നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ഉറവ വലുതാണ് പ്രിയരെ. അതുകൊണ്ട് നോക്കുക, കടം വീട്ടാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ ക്ഷാമകാലം മുഴുവനും മക്കളെ കൂടെ പോറ്റുവാനുള്ള എണ്ണ വർദ്ധിപ്പിച്ച് ഒരു വിധവയുടെ കണ്ണുനീരിന് മറുപടി കിട്ടിയെങ്കിൽ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മറുപടിയുണ്ട്. അത് ചെറു ദിവസത്തേക്കല്ല, 3 മാസത്തേക്കല്ല, 6 ദിവസത്തേക്കല്ല, നിന്റെ ജീവകാലം മുഴുവനും. നീ മാത്രമല്ല, നിന്റെ സന്തതിയുടെ സന്തതിയും കൂടെ ഈ നന്മ അനുഭവിക്കത്തക്ക നിലയിൽ ഒരു വലിയ നിറവ്, ഒരു വലിയ ഉണർവ്, ഒരു വലിയ പകർച്ച, ഒരു വലിയ അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി തരുമെന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അവസ്ഥകൾ ദൈവം മാറ്റും. നിന്റെ ഞെരുക്കം ദൈവം മാറ്റും. നിന്റെ ഇല്ലായ്മ കർത്താവ് മാറ്റും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. പറ്റുമെങ്കിൽ 2 കൈയും കൂപ്പി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറ, കർത്താവേ, ഞാൻ ഒത്തിരി ശൂന്യതയുടെ നടുവിലാണ് നിൽക്കുന്നത്. ഒത്തിരി വേദനകളും ഭാരങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. ഒത്തിരി കഷ്ടതകൾ എൻ്റെ മുമ്പിലുണ്ട്. എനിക്കൊരു വിടുതൽ വേണം എന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ ജീവിതത്തിൽ വിധവയായ സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ മറുപടി കർത്താവ് കൊടുത്തതുപോലെ യഹോവ നിങ്ങളുടെ മുമ്പിലും ഒരു മറുപടി തരാൻ പോവുകയാണ്. അത് അല്പനാളത്തേക്കല്ല, ദീർഘനാളുകളിലേക്ക്, ദീർഘവർഷങ്ങളിലേക്ക്, നിന്റെ ജീവകാലത്തിലേക്ക് അനുഭവിക്കേണ്ട നന്മ നിങ്ങളുടെ കയ്യിൽ കർത്താവ് തരാൻ പോവുകയാണ്. വിശ്വസിക്ക്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഈ സന്ദേശം ഈ മക്കൾക്ക് ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്ന ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ചില പാത്രങ്ങൾ ശൂന്യതകളായി കിടക്കുന്നു. ശൂന്യമായ ചില പാത്രങ്ങൾ സ്വർഗ്ഗം ഇവരെ കാണുന്നു. അത് നിറയേണ്ടതിന്, അവരുടെ ജീവിതത്തിൽ അവരുടെ കടങ്ങൾ മാറേണ്ടതിന്, മക്കളെ പിശാച് പിടിച്ചുകൊണ്ട് പോകാതെ ഒരു ഉയർച്ച ഉണ്ടാകേണ്ടതിന്, ദൈവികമായ ചില വഴികളും വിടുതലുകളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സന്ദേശം ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തണം. ദൈവരുടെ ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തണം. ഇന്ന് ഒരു നിറവ് കൽപ്പിക്കണം. ആ വിധവയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ മറുപടി കർത്താവ് കൊടുത്തതുപോലെ, യഹോവ മറുപടി ചെയ്തതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഭവനത്തിലെ ശൂന്യത മാറട്ടെ, ഞെരുക്കം മാറട്ടെ. കർത്താവ് ഇവരുടെ കൊത്തളങ്ങളെ, കലവറകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേട്ട ഈ ജനത്തെ ഞാൻ മുറ്റുമായി കർത്താവിൻ്റെ കരങ്ങളിൽ തരും. രോഗികളായിരിക്കുന്നവരുണ്ട്, കടഭാരം അനുഭവിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഞെരുക്കങ്ങൾ പല നിലയിൽ അനുഭവിക്കുന്നവരുണ്ട്, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, ശാശ്വതമായൊരു വിടുതൽ കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇവരെ മാനിക്കണം, ഇവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
വിധവയുടെ കണ്ണുനീരിന് മറുപടി കൊടുത്ത ദൈവം നിങ്ങളുടെ കണ്ണുനീരിനും മറുപടി തരും. അത് ലഭിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരുമിച്ചിരുന്ന് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.